ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ ടൂർ പോകുന്നില്ല, ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. പനി പിടിച്ചിട്ട് ഇന്നലെ പിടിച്ചിട്ടുള്ളൂ. ഇന്നലെ രാത്രിയിലാണ് സ്റ്റാർട്ട് ആയത്. അപ്പോൾ പിറ്റേ ദിവസം ബോഡി പെയിനും പനി കൂടുതലായി. അങ്ങനെ അപ്പോൾ നമുക്ക് ഡോക്ടർക്ക് പോകുന്ന ശേഷം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഈ കുട്ടികളൊക്കെ നോക്കണമെങ്കിൽ ബോഡി കുറച്ച് എനർജി വേണം, അല്ലെങ്കിൽ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി. പൈസ സ്കൂളിൽ പോയി, ബാക്കി രണ്ടുപേരും ഉറക്കത്ത് നീപ്പിച്ച് എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ക്ലിനിക്ക് എത്തി. വീട്ടിൽ ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ക്ലിനിക്ക് എത്തി. അജ്മാലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ക്ലിനിക്കുള്ളത്, അൽസോറ മെഡിക്കൽ സെൻറ്റർ. ഞാൻ ഇവിടെയാണ് വരാറ്. കുട്ടികൾക്കാണെങ്കിലും എനിക്കാണ് ഇവിടെ തന്നെ വരാറ്. നല്ല ഡോക്ടേഴ്സും നല്ല ഒരു ഇതാണ് കേട്ടോ. അവരെ സ്റ്റാഫാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവിടെ എത്തി. രാവിലെ ആകുമ്പോൾ അത്ര അങ്ങോട്ട് തിരക്കുണ്ടാവില്ല. വൈകിട്ടാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ വരാമെന്ന് വിചാരിച്ചു. അത്രയും ബോഡി പെയിനൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് സ്റ്റാഫ് വന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് പിന്നെ നമ്മൾ റിസപ്ഷൻ വിളിച്ചിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഡോക്ടറുള്ളത്. താഴത്തെ ഫ്ലോറിലും ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടറുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്ത് നമ്മൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ, പ്രഷർ, ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ അങ്ങനെ പോയി പ്രഷറൊക്കെ നോക്കി. പ്രഷറൊക്കെ നോർമൽ, അതൊന്നും കുഴപ്പമില്ല. ടെമ്പറേച്ചർ അത്രയല്ല, കാരണം ഞാൻ അഡോള് നേരെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പനി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അറിയില്ല, ടെമ്പറേച്ചർ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഡോക്ടറടുത്ത് പോയി ഡോക്ടറെ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ത്രോട്ട് ഇൻഫെക്ഷനും ചെസ്റ്റ് ഇൻഫെക്ഷനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ബ്ലഡ് ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ പോയതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന റൂമിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 1 മണിക്കൂർ എടുക്കും റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ആ നേരം അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇവർക്ക് കളിക്കാനുള്ള ഗെയിം ഉള്ളതുകൊണ്ട് നമുക്കധികം തലവേദന ഉണ്ടായില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു. ഇത് കൈ എന്താ വെച്ചാൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ നേരത്തെ അവർ ഡിസ്പെൻസറിൽ നിന്ന് വെള്ളം എടുത്ത് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ ഹീറ്റർ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഇത്തിരി കളിച്ചിട്ടാണ് കൈ പൊള്ളി ഇരിക്കുക കേട്ടോ. അപ്പോൾ റിസൾട്ട് വേഗം കിട്ടി. ഞാൻ വേണം പറഞ്ഞിട്ട് വേണം പോയി വരാനുള്ള നേരം നമുക്കില്ല. വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം കിട്ടി. 1/2 മണിക്കൂറിൽ തന്നെ കിട്ടി. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടർ എഴുതി തന്ന് മരുന്ന് താഴെ തന്നെ അവർ ഫാർമസി തന്നെ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. അത് മരുന്നും പെട്ടെന്ന് കിട്ടി. അപ്പോൾ ആദ്യം കുട്ടികളും താഴെ തന്നെ ഒരു കഫ്തീരിയുണ്ട്, ചെറിയൊരു ഹോട്ടൽ പോലെ, അവരവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ആരെയൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവർ ബാക്കും കിട്ടും. നേരത്തെ ഒരു അറബി ഉണ്ടായിരുന്നു, വേറെ ആളുണ്ട്. അപ്പോൾ അവരതിൻ്റെ അകത്തിരുന്നിട്ട് എന്തോ കഴിക്കണത് അട്ടുപുഴുങ്ങി ഇതൊക്കെ ഇരുന്ന് തട്ടി വിടേണ്ടവർ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. എനിക്കിപ്പോൾ വിഷമം തുടങ്ങി. കുറച്ചൊക്കെ അവിടെ ഇരുന്നില്ലേ. അപ്പോൾ ഞാനൊരു പൊറോട്ടയും കറിയും 2 പൊറോട്ടയും കറിയും കഴിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ തിരിച്ച് റൂമിൽ പോകണം. അപ്പോൾ ആരെങ്കിലും പനിയോ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് പെട്ടെന്ന് കാണിക്കാം. കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം നമുക്ക് പുറത്തൊക്കെ അറിയാൻ പറ്റില്ല. നമ്മളത് മാറിക്കോളുമ്പോൾ 2 ദിവസം പിടിച്ച് നിർത്തും. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഒന്നും ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. കാരണം ക്ലൈമറ്റൊക്കെ ഓരോ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇവിടെ ആണെങ്കിൽ തണുപ്പ് വരികയാണ്, നാട്ടിലാണെങ്കിൽ ചൂട് വരികയാണ്. അപ്പോൾ എല്ലാവരും സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.